കോഴിക്കോട് ഇരിങ്ങണ്ണൂരിൽ അങ്കണവാടി ഹെൽപ്പറെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വ്യാജ നമ്പർ പതിച്ച സ്കൂട്ടറിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവിനെ തിരിച്ചറിയാനായിട്ടില്ല. ഇന്നലെയാണ് അങ്കണവാടി ഹെൽപ്പറെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്നത്. AK അഭിലാഷ് വിവരങ്ങൾക്കും. അഭിലാഷ്, ഇപ്പോൾ വ്യാജ നമ്പർ പ്ലേറ്റാണ് അതിലുള്ളത്. പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലേ? പോലീസ് എന്താണ് പറയുന്നത്? സ്മൃതി, ഇന്നലെ രാവിലെയാണ് അംഗനവാടിയിലേക്ക് പോകുകയായിരുന്ന ഹെൽപ്പർ ഉഷയെ ഒരാൾ സ്കൂട്ടറിലെത്തി ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ കഴുത്തിലുണ്ടായിരുന്ന 3.5 പവനോളം സ്വർണ്ണമാല കവർന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടറും അതോടൊപ്പം തന്നെ ഇയാളുടെ ഡ്രസ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ ഉഷ പോലീസിനോട് പറഞ്ഞിരുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനിടെയാണ് ഏറെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയെ കണ്ടെത്താൻ കഴിയുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വന്നിരുന്ന സ്കൂട്ടറിൻ്റെ നമ്പർ വ്യാജമാണ്. അതോടൊപ്പം തന്നെ ഇയാൾ ഹെൽമറ്റ് ധരിച്ചതുകൊണ്ട് തന്നെ ഇയാളുടെ മുഖവും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഏതായാലും കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരിങ്ങണ്ണൂരിൽ നിന്ന് പെരിങ്ങത്തൂർ ഭാഗത്തേക്കാണ് പ്രതി സഞ്ചരിച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലയിലുള്ള പരിശോധന നടക്കുന്നു. അതോടൊപ്പം തന്നെ ഉഷയുടെ സഞ്ചാരപാത കൃത്യമായി അറിയാവുന്ന ഒരാളായിരിക്കാം ഇത്തരത്തിലുള്ള മോഷണത്തിന് ശ്രമം നടത്തി എന്നുള്ള ഒരു നിഗമനത്തിലും പോലീസ് എത്തുന്നുണ്ട്. ആ നിലയിലുള്ള അന്വേഷണവും ഇപ്പോൾ പോലീസ് നടക്കുകയാണ്. ഏതായാലും പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാണ് എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ നൽകിയത്.